ഓക്കെ, നമ്മളെ അടുത്ത ഡൗട്ടാണ് അയച്ചു തന്നത്. ഓക്കെ, മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈനിൽ തന്നെയുള്ള ഒരു ഡൗട്ടാണ്. എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് അലോങ് എക്സ് ആക്സിസ് such as acceleration is equal to lambda x minus x square, where lambda is a constant and velocity of the particle as a function of x is. ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, എക്സ് 0 ആകുമ്പോൾ വെലോസിറ്റി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് നമ്മളെ ബൗണ്ടറി കണ്ടീഷൻ നമ്മളിങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എക്സ് 0 ആകുമ്പോൾ വെലോസിറ്റി എന്താണ്? v0. ഓക്കെ, ഈ ക്ലൂ എല്ലാം ഉപയോഗിച്ചിട്ട് യു ഫൈൻഡ് ഔട്ട് ദി വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. വെലോസിറ്റി എക്സിൻ്റെ ഫംഗ്ഷനാക്കി മാറ്റാൻ. ഓക്കെ, എക്സിലറേഷൻ നമ്മുടെ മുന്നിലുണ്ട്. എക്സിലറേഷനും എക്സും തമ്മിലുള്ള റിലേഷൻ തന്നിട്ട് വെലോസിറ്റി എക്സും തമ്മിലുള്ള റിലേഷൻ ചോദിക്കുന്ന ചോദ്യം നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യാനുള്ള പരിപാടി എന്താണ്? നമ്മൾ ആക്സിലറേഷന് എന്ത് കൊടുക്കാൻ പോവാണ്? ആക്സിലറേഷന് ഡി വി ബൈ വി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. ആക്സിലറേഷന് വി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ലാംഡ എക്സ് മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ വി ഇൻറ്റു ഡി വി ഈസ് ഈക്വൽ ടു ലാംഡ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഓക്കെ, കൂൾ. അടുത്തെന്താണ്? ഇൻ്റഗ്രേറ്റ് ചെയ്യാം. കൂൾ. അപ്പോൾ അങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ പറയുക? വി ഡി വിൻ്റെ ഇൻ്റഗ്രൽ രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. വി സ്ക്വയർ ബൈ 2 ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് സി. രണ്ട് സൈഡിലും സി ഉണ്ടാവും. രണ്ടിനെയും കൂടി ഒരു സൈഡിൽ കൊണ്ടുപോയി ഇതാ ഇവിടെയും ലെഫ്റ്റ് സൈഡിലും ഉണ്ടാവും സി, റൈറ്റ് സൈഡിലും ഉണ്ടാവും സി. ആ രണ്ട് സി കോൺസ്റ്റന്റ് C1 C2 എന്ന് എടുക്കുക. ആ രണ്ടിനെയും കൂടി ഒരൊറ്റ കോൺസ്റ്റന്റ് ആക്കി മാറ്റി എന്തായി? സി. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? യു ഫൈൻഡ് ഔട്ട് സി. സി എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ വി ഈക്വൽ ടു v0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത് എഴുതാൻ പോകുമ്പോൾ എന്താണ്? എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ വി ഈക്വൽ ടു എന്താണ്? v0. ഓക്കെ, അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ v0 ആവും. അങ്ങനെയാണെങ്കിൽ v0 സ്ക്വയർ ബൈ 2 ഇസ് ഈക്വൽ ടു എക്സിന് 0 ആണ്. അതെല്ലാം 0 പോയി കഴിഞ്ഞാൽ സി എന്ന് കിട്ടും. ഉടനടി നമുക്ക് പരിപാടി കിട്ടി. സി എന്താണ്? v0 സ്ക്വയർ ബൈ 2 ആണ്. ആ കിട്ടിയ സി നേരെ എടുത്ത് പഴയ ഇക്വേഷനിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം v square by 2 is equal to lambda x square by 2 minus x cube by 3 plus v0 square by 2. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വെലോസിറ്റിയും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റിയും എക്സും തമ്മിലുള്ള റിലേഷനാണ്. ആയി പരിപാടിയായി. വെലോസിറ്റി എക്സും തമ്മിലുള്ള റിലേഷനായി. എന്താണ് ഇനി അടുത്ത പരിപാടി? നമുക്ക് ഓപ്ഷനിലേക്ക് ഒന്ന് നോക്കാം. നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത v0 ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഇതിനെ ത്രൂ ഔട്ട് നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ലാംഡ എക്സ് സ്ക്വയർ മൈനസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ 2/3 എക്സ് ക്യൂബ് പ്ലസ് v0 സ്ക്വയർ ആൻഡ് v ഈസ് ഈക്വൽ ടു ഇതിൻ്റെ റൂട്ട് മതി. അപ്പം ലാംഡ എക്സ് സ്ക്വയർ മൈനസ് 2/3 എക്സ് ക്യൂബ് പ്ലസ് v0 സ്ക്വയർ ഓൾ റൈസ് ടു 1/2. ഇതാണ് നിങ്ങളുടെ വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഓക്കെ, ഇതാണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷനിലേക്ക് പോവാം. ലാംഡ എക്സ് സ്ക്വയർ 2/3 മൈനസ് 2/3 എക്സ് ക്യൂബ് പ്ലസ് v0 സ്ക്വയർ ഓൾ റൈസ് ടു 1/2. നോക്കാം നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോയെന്ന്. ലാംഡ എക്സ് സ്ക്വയർ പ്ലസ് v0 സ്ക്വയർ മൈനസ് 2/3 എക്സ് ക്യൂബ് ഓൾ റൈസ് ടു 1/2 കറക്റ്റ് ഓപ്ഷനിൽ കിടപ്പുണ്ട്, രണ്ടാമത്തെ ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഡൗട്ട് ഇയാൾ ചോദിച്ച ഡൗട്ട് ക്ലിയറൻസിൽ തന്നെ നമ്മൾ ഇതിന് മുന്നേ ചെയ്ത ചോദ്യത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതേ പരിപാടി. അതായത് എന്താ നമുക്ക് തരിക? ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള റിലേഷൻ. എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ നമ്മൾ ആക്സിലറേഷൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? വി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ അധികമൊന്നും പറയാനില്ല. പിന്നെ എല്ലാ ചോദ്യത്തിലും നമുക്ക് കാണാം ഈ ബൗണ്ടറി കണ്ടീഷൻ നമുക്ക് തരും. ആ ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കണം? കോൺസ്റ്റൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. അത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യനിൽ പറയാൻ. കൂടുതലൊന്നും പറയാനില്ല. ഓക്കെ.